നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാങ്കോൽ പപ്പാരട്ടയിൽ നിന്നും പിഞ്ചുകുഞ്ഞിനെ ബലമായി തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുവന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമിയാണ് പിടിയിലായത്. ദേശീയപാത വികസനം. കാസർഗോഡ് വിദ്യാനഗറിൽ കാൽനട ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങി. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം തിങ്കളാഴ്ച നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് A അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിന് കറിയൊരുക്കാൻ ജൈവ വാഴ കൃഷിയുമായി തൃക്കരിപ്പൂർ ശ്രീരാമ വില്യം കഴകം. 5 കീഴ്ഘടക ക്ഷേത്ര കമ്മിറ്റികളാണ് കൃഷി ഇറക്കിയത്. വയനാടിനായി കൈകോർത്ത് കായിക പ്രതിഭ മാളവിക ബംഗളം. സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്നും ലഭിച്ച ക്യാഷ് പ്രൈസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിനടുത്ത് കാങ്കോൽ പപ്പാരട്ടയിൽ നിന്നും 7 മാസം പ്രായമായ പിഞ്ചുകുഞ്ഞിനെ ബലമായി പിടിച്ചെടുത്ത് തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുവന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടക്കേ കൊവ്വലിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമിയെയാണ് ചന്തേര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇയാളെ പെരിങ്ങോം പോലീസിന് കൈമാറി. ശനിയാഴ്ച രാവിലെ 10ഓടെ പയ്യന്നൂരിനടുത്ത് കാങ്കോൽ പപ്പാരട്ടയിൽ നിന്നുമാണ് 7 മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ കറുപ്പുസ്വാമി ആക്രി സാധനങ്ങൾ കൊണ്ടുവരുന്ന ഗൂഡ്സ് ഓട്ടോയിൽ മുന്നിലിരുത്തി തൃക്കരിപ്പൂർ വടക്കേ കൊവ്വലിലെ ഇയാൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നത്. പെരിങ്ങോം പോലീസിൽ കുട്ടിയുടെ അച്ഛൻ പരാതിപ്പെട്ടതോടെ പോലീസ് കണ്ണൂർ റൂറലിലെ മുഴുവൻ സ്റ്റേഷനിലും തൊട്ടടുത്ത ചന്തേര സ്റ്റേഷനിലും സന്ദേശം കൈമാറുകയായിരുന്നു. പെരിങ്ങോം, പയ്യന്നൂർ, ചന്തേര സ്റ്റേഷനുകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തൃക്കരിപ്പൂരിലെയും പരിസരങ്ങളിലെയും വാടക ക്വാർട്ടേഴ്സുകളിൽ പരക്കെ അന്വേഷണം നടത്തിയതോടെ നാട്ടുകാരും പോലീസിനൊപ്പം ചേർന്നു. അതോടൊപ്പം മൊബൈൽ ഫോൺ പരിധി തേടി അന്വേഷണവും നടന്നു. ഒടുവിൽ വടക്കേക്കൊവ്വൽ ഖാൻ സാഹിബ് റോഡിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കറുപ്പുസ്വാമിയെ പോലീസ് പിടികൂടിയതോടെയാണ് 2 മണിക്കൂർ സമയം കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാക്കിയ സംഭവത്തിന് പരിസമാപ്തിയായത്. പെരിങ്ങോം പോലീസ് ഇൻസ്പെക്ടർ മെൽവിൻ ജോസ്, ചന്തേര, പയ്യന്നൂർ പോലീസ് ടീമുകളുടെ സഹായത്തോടെയാണ് കറുപ്പുസ്വാമിയെ അന്വേഷിച്ച് കണ്ടെത്തിയത്. സംഭവമറിഞ്ഞ് തൃക്കരിപ്പൂർ ടൗണിലും വടക്കേ കൊവ്വലിലും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. അതേസമയം കുഞ്ഞിൻ്റെ മുത്തച്ഛനും കറുപ്പുസ്വാമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് കുഞ്ഞിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ അടുത്ത് ഏൽപ്പിച്ചതെന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ മക്കളില്ലാത്ത കറുപ്പുസ്വാമി മൊഴി നൽകിയിട്ടുണ്ട്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് വിദ്യാനഗറിൽ ദേശീയപാതയിൽ സർവീസ് റോഡിന് ഇരുകരകളിലുമുള്ളവർക്ക് മറുവശം കടക്കാനായി കാൽനട ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങി. 45 മീറ്റർ നീളവും 5.50 മീറ്റർ ഉയരവും 2.20 മീറ്റർ വീതിയുമുള്ള ഈ മേൽപ്പാലം സ്റ്റീൽ ഫാബ്രിക്കേഷനിലാണ് നിർമ്മിക്കപ്പെടുക. പ്രധാനമായും വിദ്യാനഗർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥമാണ് ഇത് സ്ഥാപിക്കുന്നത്. റെയിൽപാളത്തിന് മുകളിലൂടെയുള്ള നടപ്പാലങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ദേശീയപാതയിൽ വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിന് സമീപം കാൽനട യാത്രക്കാർക്കായി റോഡിന് മുകളിലൂടെയുള്ള പാലം ഉയരുക. 45 മീറ്റർ നീളവും 5.50 മീറ്റർ ഉയരവും 2.20 മീറ്റർ വീതിയുമുള്ള ഈ ആകാശ മേൽപ്പാലം സ്റ്റീൽ ഫാബ്രിക്കേഷനിൽ നിർമ്മിക്കപ്പെടും. ഇരുഭാഗത്തു നിന്നുമായി ഒരേ സമയം 70 പേർക്ക് വീതം കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായും വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥമാണ് ഇത് സ്ഥാപിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇവിടെ ദേശീയപാത വികസനം നടപ്പിലാക്കുന്നത്. നേരത്തെ കോളേജ് ഭാഗത്തെ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിലുണ്ടായ കാലതാമസം കാരണമാണ് ആകാശപാതയുടെ നിർമ്മാണം അനിശ്ചിതമായി വൈകുവാൻ ഇടയാക്കിയത്. ആകാശപാത നിർമ്മാണം പൂർത്തിയാവുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രക്കാർക്കും ദേശീയപാതയ്ക്ക് മറുവശം കടക്കുവാൻ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് ചുറ്റിക്കറങ്ങേണ്ടി വരേണ്ട ദുരിതം ഒഴിവാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം തിങ്കളാഴ്ച നടക്കും. ചെങ്കള റഹ്മത്ത് MAH ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിങ്ങിന്റെ 10ാം വാർഷിക സമ്മേളനം തിങ്കളാഴ്ച കാസർഗോട്ട് നടക്കും. ചെങ്കള റഹ്മത്ത് MAH ഹാളിൽ വെച്ച് നടത്തുന്ന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. കോൺട്രാക്ടേഴ്സ് യൂത്ത് വിങ് നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ താക്കോൽദാനവും സമ്മേളനത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MLA-മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PB ഷഫീഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ചെർക്കള, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹനീഫ പാറ എന്നിവരും വിവിധ കരാർ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമനകുമാറിന്റെ മോട്ടിവേഷൻ ക്ലാസും പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന തിങ്കളാഴ്ച 2-ാം തീയതി രാവിലെ 10 മണിക്ക് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ അമീർ പച്ചക്കാടിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ചെങ്കള റഹ്മത്ത് നഗർ MAH കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് സമ്മേളനം നടത്തപ്പെടുന്നത്. സമ്മേളനത്തിൽ ജില്ലയിലെ MLA-മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു MLA, AKM അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാർ, അതേപോലെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വിവിധ കരാർ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുന്നു. മൊയ്തീൻ ചാപ്പാടി, ജസീർ ചെങ്കള, സുനൈഫ് MAH, ഷരീഫ് ബോസ്, MA നാസർ, റസാഖ് ബദിര, AK ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. STU ദേശീയ വൈസ് പ്രസിഡന്റ് A അബ്ദുറഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും പെൻഷനും യഥാസമയം കൊടുത്തു തീർക്കുക, സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, മണൽവാരൽ നിരോധനം പിൻവലിക്കുക, ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ടും കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. മാർച്ചിന് ശേഷം കളക്ട്രേറ്റ് ഗേറ്റിന് സമീപം നടന്ന ധർണ STU ദേശീയ വൈസ് പ്രസിഡന്റ് A അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ പാവപ്പെട്ട തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ ഓമാറി ചെലവഴിച്ചുവെങ്കിലും അതിനു പുറമെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, അസംഘടിത തൊഴിലാളി ക്ഷേമനിധി തുടങ്ങിയ എല്ലാ ക്ഷേമനിധികളിൽ നിന്നും പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ അനുവദിക്കേണ്ട തുകകളൊക്കെ സർക്കാർ നിശ്ചയിച്ചുകൊണ്ട് ആ പണമൊക്കെ വകമാറ്റി ചിലവഴിച്ച് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളി STU ജില്ലാ പ്രസിഡന്റ് CA ഇബ്രാഹിം എതിർത്തോട് അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് ഹാജി, സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, ദേശീയ സെക്രട്ടറി B ഫാത്തിമ ഇബ്രാഹിം, ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കട്ട്, ട്രഷറർ PIA ലത്തീഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കൊല്ലമ്പാടി, മാഹിൻ മുണ്ടക്കൈ, സെക്രട്ടറിമാരായ LK ഇബ്രാഹിം, ഷുക്കൂർ ചെർക്കള, സുബൈർ മാര, ഹനീഫ പാറ, ചെങ്കള എന്നിവർ സംസാരിച്ചു. നേതാക്കളായ BA അബ്ദുൽ മജീദ്, MK ഇബ്രാഹിം പൗവൽ, അബ്ദുറഹിമാൻ കടമ്പള, യൂസഫ് പാച്ചാണി, സൈനുദ്ദീൻ തുരുത്തി, AH മുഹമ്മദ് ആദൂർ, ഷിഹാബ് റഹ്മാനിയ നഗർ, ഷാഫി, HA അബ്ദുല്ല കൊല്ലമ്പാടി, SK അബ്ബാസ് അലി, മുഹമ്മദ് മൊഗ്രാൽ, ഹസൻ കുഞ്ഞി പാത്തൂർ, BP മുഹമ്മദ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്ര സമീപത്തെയും കർണാടക അതിർത്തി പങ്കിടുന്ന ബായാർ പാത്തക്കല്ല് പ്രദേശത്തെയും ചെങ്കൽ ഖനനം പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന പരാതിയുമായി സാമൂഹ്യ പ്രവർത്തകൻ കേശവ നായിക്ക് രംഗത്ത്. ചെങ്കല്ലുകൾ വ്യാപകമായി ഈ പ്രദേശങ്ങളിൽ നിന്നും കടത്തിയാൽ വയനാട് ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമുണ്ടാകുമെന്നും കേശവ നായിക്ക് പറഞ്ഞു.
കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്ര സമീപത്തെയും കർണാടക അതിർത്തി പങ്കിടുന്ന ബായാർ പാത്തക്കല്ല് പ്രദേശത്തെയും ചെങ്കൽ ഖനനം പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കുന്നതായി സാമൂഹ്യ പ്രവർത്തകൻ കേശവ നായിക്. നിരവധി തവണ ബന്ധപ്പെട്ടവരോട് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടി ഉണ്ടായില്ലെന്നും കേശവ നായിക് പറഞ്ഞു. ഇതേ രീതിയിൽ ചെങ്കല്ലുകൾ കടത്തുകയാണെങ്കിൽ വയനാട് നടന്ന ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം ഈ പ്രദേശത്തുള്ളവർ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനന്തപുരത്തെയും ബായാർ പാത്തക്കല്ല് പ്രദേശത്തെയും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുവാൻ അധികൃതർ മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും കേശവ നായിക് ആവശ്യപ്പെട്ടു. നമ്മൾ അനന്തപുര ക്ഷേത്രത്തിൻ്റെ ആ കുന്ന് പറഞ്ഞെങ്കിൽ ടൂറിസ്റ്റം ഏരിയ ആയിട്ടുണ്ടായിരുന്നു. ടൂറിസ്റ്റം ഏരിയ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സമയത്ത് 1 കോടി ചില്ലറ പൈസ കൊടുത്തിട്ടുണ്ടായില്ല. അതിന് നമ്മൾ DICൻ്റെ കാസർഗോഡ് കൈകാരിക DICൻ്റെ ഒരു അതിന് ഇൻഡസ്ട്രിയൽ ഏരിയ പറഞ്ഞെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഓർ നമ്മളടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയെങ്കിൽ ഈ കുന്നിന് നിങ്ങൾ ഈ നിങ്ങൾ തമിഴ്നാട് ആന്ധ്രത്തിലേക്ക് എന്ത് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ ഓർ പറഞ്ഞ് അത് ലെവലാക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ലെവലാക്കാൻ ഈ മണ്ണിന് കൊണ്ടിട്ട് ആന്ധ്രാപ്രദേശ് ചെട്ടിനാട് സിമെൻറ്റ് നമ്മളെ കേരളത്തിൽ മലബാർ സിമെൻറ്റ് ഇതിന് കൊണ്ടുപോകണം. അതേ രീതി നമ്മൾ പാതക്കൽ ബായറിലുണ്ട്. പാതക്കൽ ബായറിൽ ആടെ സമയത്ത് ഈ മണ്ണ് ദിവസത്തിന് ആടുന്ന് 40 വണ്ടി പോകുന്നു. നമ്മൾ അനന്തപുര ക്ഷേത്രത്തിൻ്റെ കണ്ണൂർ ജുമാ മസ്ജിദ് പരിസരത്തിൽ 25 വണ്ടി 18 ടയറിൻ്റെ വണ്ടിയിലാണ് ഇവർ കൊണ്ടുവന്നത്. നമ്മളെ കാസർഗോഡ് ജില്ലേൻ്റെ എല്ലാ വിവിധകളിൽ നിന്നും ഈ വലിയ വണ്ടി തന്നെ കൊണ്ടുവന്നു, ചെറിയ വണ്ടിയല്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോസബെട്ടു GWLP സ്കൂളിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സംരക്ഷണത്തിനും രോഗനിർണയത്തിനുമായി ആരോഗ്യമേഖലയിൽ പുതിയൊരു നീക്കം കൂടി. ആയുഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് ഹൊസബെട്ടു GWLP സ്കൂളിൽ നടന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ ಕ್ಯಾಂಪ್ ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮ ಹತ್ತಿರದಲ್ಲಿ ಈ ಶಾಲೆಗೆ ಹತ್ತಿರದಲ್ಲಿ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಇದೆ ಮಂಜೇಶ್ವರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ. ಅದರ ಪೊಲೀಸ್ ಆದಂತ ಶ್ರೀಮಾನ್ ಮಧುರ್ ಅವರು ಬಂದು ಎರಡು ಮಾತಾಡಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತಾರೆ. ಅವರು ಒಳ್ಳೆ ಇನ್ಫಾರ್ಮೇಶನ್ ಕೊಡ್ತಾರೆ. ವಯೋಜನರಿಗಾಗಿಯೂ ಹಾಗೂ ಅಂಗವಿಕಲರಿಗಾಗಿ ಇರುವಂತಹ ಒಂದು ಇನ್ಫಾರ್ಮೇಶನ್ ಅದು ಸಮೇತ ನಾವು ಕೇಳಿ ಇನ್ಫಾರ್ಮೇಶನ್ ಪಡ್ಕೊಳ್ಬೇಕು ಅಂತ ನಾನು ಕೇಳ್ತೀನಿ. ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിംന ഡി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാദവ ബഡാജെ അധ്യക്ഷത വഹിച്ചു. യോഗ ഇൻസ്ട്രക്ടർ സുനിത യോഗ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ ജസ്നി വി ജോസ്, ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥൻ മധു, ശിവരാം ഭട്ട് HM ഉദ്യാവര, പ്രമിൻ TS തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് വടക്കൻ മേഖലാതല കന്നഡ അലവൻസ് വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും അംശദായം തിരികെ നൽകലും നടന്നു. ചെയർമാൻ K സുഭകൻ ഉദ്ഘാടനം ചെയ്തു. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് വടക്കൻ മേഖലാതല കന്നഡ അലവൻസ് വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും അംശാദായം തിരികെ നൽകലും നടന്നു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ K സുഭകൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കശുവണ്ടി തൊഴിലാളി നമ്മുടെ ക്ഷേമനിധിയിൽ അംഗമാണെന്നുണ്ടെങ്കിൽ ആ മരണത്തിന് ആ ശവസംസ്കാരത്തിന് മുമ്പ് 5000 രൂപ വീട്ടിൽ കൊണ്ട് എത്തിക്കാനാണ് ഈ ബോർഡ് വന്നതിന് ശേഷം എടുത്തത്. പല കശുവണ്ടി തൊഴിലാളികളും മരണാനന്തര ചടങ്ങിനോ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഒരു ചെറിയ സഹായം ആ 5000 രൂപ മരണം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് കൊടുക്കുന്നതല്ല അതിന് ഗുണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്താൽ കൊടുക്കുന്നതിന് വേണ്ടുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയത്. അയത്തിൽ സോമൻ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ ഗോവിന്ദപിള്ള, G വേണുഗോപാൽ, ബാബു ഉമ്മൻ, രതീഷ് എന്നിവർ പങ്കെടുത്തു. ബിന്ദു A സ്വാഗതവും ജാലിസ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടയെന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് ധർണ സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിന് സമീപം പ്രതിഷേധ ധർണ നടത്തി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടയെന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് ധർണ നടത്തിയത്. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി ധർണ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബി നാഗരാജ് സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ സുധാകരൻ, പെൻഷനേഴ്സ് സംഘ് നേതാക്കളായ അശോക് ബാഡൂർ, ഒ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, സീതാരാമ റാവു, സവിത ടീച്ചർ, നാരായണ റാവു, കേശവ ഭട്ട്, വിഘ്നേശ്വര കെതുകോടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാലിന്യമില്ലാത്ത സുന്ദര ഗ്രാമം എന്ന ലക്ഷ്യത്തിനായി വേറിട്ട മാതൃക തീർത്ത വിദ്യാർത്ഥികൾ. നാട്ടിട വഴികളിലൂടെ ശുചിത്വ സന്ദേശവുമായി മുന്നേറുകയാണ് പള്ളിക്കര GMUP സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ. മാലിന്യമില്ലാത്ത സുന്ദര ഗ്രാമം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടിട വഴികളിലൂടെ ശുചിത്വ സന്ദേശവുമായി മുന്നേറുകയാണ് പള്ളിക്കര GMUP സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ. ശുചിത്വ സുന്ദരമായ ഒരു നാടിനെ വാർത്തെടുക്കാൻ നാട്ടുകാരെ ഓരോരുത്തരെയും കണ്ട് കുട്ടികൾ നിർദ്ദേശങ്ങൾ നൽകി. കടകൾക്ക് മുന്നിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ നിക്ഷേപിക്കുന്നതിന് പ്രത്യേകം ബിൻ സ്ഥാപിക്കാനും പരിസരവും മറ്റും ശുചിയാക്കാനുമുള്ള കുട്ടികളുടെ നിർദ്ദേശം ഓരോരുത്തരും വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുത്തു. നമ്മളെല്ലാവരും ഇതേപോലെ പഞ്ചായത്തിലേക്കാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പൈസ ഇവർ ഈടാക്കി നമ്മൾ എല്ലാ പ്ലാസ്റ്റിക്കും നമ്മളിവിടെ ഒരു ഇതാക്കി കവറിലാക്കിയിട്ടാണ് എല്ലാ മാസവും അവർക്ക് കൊടുക്കുന്നത് ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളെ ഈ നല്ലൊരു പരിപാടിക്ക് നമ്മൾ നല്ലൊരു അതുപോലെ സ്വാഗതം ചെയ്യാനും നമ്മൾക്ക് സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. നമ്മളെ നാട് വൃത്തിയാക്കണം നമ്മളെ കടമയല്ല. പഠിക്കട്ടെ, നല്ലപോലെ ചെയ്യാം എല്ലാവരും കൂടിയിട്ട്. ഇനിയും വരുന്ന തലമുറയ്ക്ക് നമ്മളെ കഴിയുന്ന പരമാവധി സപ്പോർട്ട് ചെയ്യും. അംഗങ്ങൾ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസ് ഹെഡ്മാസ്റ്റർ കെ ഹരിദാസ്, വാർഡ് മെമ്പർ പി അബ്ബാസിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കടകളിൽ നോട്ടീസ് കടക്കാർ തന്നെ പ്രദർശിപ്പിക്കുകയും ഈയൊരു സന്ദേശം കൂടുതൽ പേരിൽ എത്തിക്കാൻ ഇത് സഹായകമാകുമെന്നും പല കടകളിലും കുട്ടികളുടെ നിർദ്ദേശപ്രകാരം കടയുടമകൾ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചതും ഈയൊരു പദ്ധതിയുടെ വിജയമായി കണക്കാക്കേണ്ടതാണെന്ന് ഹെഡ്മാസ്റ്റർ കെ ഹരിദാസ് അഭിപ്രായപ്പെട്ടു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ KV ജിജി, PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം, SME ചെയർമാൻ മജീദ് മെഡിക്കൽ, അധ്യാപകരായ KV സുജല, KP ഷമീർ, ദീപ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെണ്ടുമല്ലി പൂവിൽപ്പനയിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ഇടയിലേക്കാട് കാട്ടിലെ കർഷക കൂട്ടായ്മ. ചെണ്ടുമല്ലിപ്പൂ പാടത്ത് നടന്ന പൂവിൽപ്പന വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. 1500ഓളം ചെടികളിൽ ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹാരിത പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ്. കഴിഞ്ഞ 5 വർഷമായി കൃഷി ചെയ്യുന്നതിൽ മറ്റ് കൂട്ടായ്മകൾക്ക് മാതൃകയാണ് ഇടയിലക്കാട് കാട്ടിലെ കർഷകർ എന്ന കൂട്ടായ്മ. 2.5 മാസം മുൻപ് തൃശ്ശൂരിൽ നിന്നുമാണ് ചെണ്ടുമല്ലി തൈകൾ കൊണ്ടുവന്ന് കൃഷി ഇറക്കിയത്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 1500-ൽ പരം ചെണ്ടുമല്ലികളാണ് ഇവർ നട്ടുവളർത്തിയത്. വിളഞ്ഞു നിൽക്കുന്ന പൂക്കൃഷി കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പൂപ്പാടമാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരുമായി 10 പേർ ഉൾപ്പെടുന്ന കർഷക കൂട്ടായ്മ ചെയ്ത പൂക്കൃഷിയിൽ ഏതാണ്ട് 3 ക്വിൻ്റലോളം പൂക്കൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പൂക്കൃഷി വിളവെടുപ്പ് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇതിൻ്റെ വീഡിയോയും ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനകത്ത് ചെണ്ടുമല്ലിയുടെ മഞ്ഞയും ഓറഞ്ചും കലർന്നിട്ടുള്ള നമ്മുടെ ചെണ്ടുമല്ലിയുടെ പുഷ്പങ്ങളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും നല്ല ഒരു കുളിർമയുള്ള കാഴ്ചയാണിത്. പഞ്ചായത്ത് അംഗം K അജിത അധ്യക്ഷത വഹിച്ചു. വലിയ പറമ്പ് കൃഷി ഓഫീസർ V ശിവകുമാർ, കർഷക കൂട്ടായ്മ പ്രസിഡന്റ് M ഉമേശൻ, സെക്രട്ടറി M രാജേഷ്, ട്രഷറർ TP കൃഷ്ണൻ, വൈക്കത്ത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മികച്ച കൃഷി കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയ കാട്ടിലെ കർഷകർ വർഷങ്ങളായി വിവിധ ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. വെണ്ട, മുളക്, ചതുരപ്പയർ, നിത്യാവഴുതിന, നരമ്പൻ, പടവലം എന്നീ പച്ചക്കറി ഇനങ്ങൾക്ക് പുറമെ കിഴങ്ങുവർഗ വിളകളിൽ കൂർക്ക, മധുരക്കിഴങ്ങ് എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. അയൽപ്പക്കത്തൊരു മാവിൻ മരം പദ്ധതിയിൽ അംഗങ്ങൾ അയൽവീടുകളിൽ വെച്ച് പിടിപ്പിച്ച മാവുകളിൽ നിന്നും മാങ്ങ പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊപ്പം ഡിസംബർ മുതൽ മെയ് വരെ ഇടയിലക്കാട്ടിൽ ജൈവ പച്ചക്കറി വിൽപ്പന ലക്ഷ്യമിട്ട് ആഴ്ച ചന്തയും നടത്തി വരുന്നുണ്ട്. നാട്ടുകാരിൽ നിന്നും സംഘത്തിന്റെ നേതൃത്വത്തിലിറക്കിയ ജൈവ കൃഷിയിൽ നിന്നുമാണ് ആഴ്ച ചന്തയിലേക്ക് പച്ചക്കറികളും കിഴങ്ങ് വർഗ വിളകളും എത്തിക്കുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിന് കറിയൊരുക്കാൻ ജൈവ വാഴ കൃഷി ഇറക്കി തൃക്കരിപ്പൂർ ശ്രീരാമ വില്യം കഴകം.
കലവറയിൽ പച്ചക്കറികളുടെ സമൃദ്ധി തീർക്കാൻ കഴകത്തിന് കീഴിൽ വരുന്ന 5 കീഴ്ഘടക ക്ഷേത്ര കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജൈവ വാഴകൃഷി ഇറക്കിയത്. 2.5 പതിറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിലേക്ക് അന്നദാനത്തിന് കറിയൊരുക്കാൻ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴകത്തിന് കീഴിൽ വരുന്ന 5 കീഴ്ഘടക ക്ഷേത്ര കമ്മിറ്റികളുടെ നേതൃത്വത്തിലിറക്കിയ ജൈവ വാഴകൃഷി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒളവറ, മുണ്ടിക്കാവ്, കൂലേരി മുണ്ടിയ, കുറുവാപ്പള്ളിയറ, തടിയൻ കോവൽ മുണ്ടിയ, പടന്ന മുണ്ടിയ എന്നീ 5 ഘടക ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക ജൈവ കൃഷി കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നു. പെരുങ്കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന 10,000-ങ്ങൾക്ക് അന്നദാനം നൽകാൻ ജൈവ പച്ചക്കൃഷി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് 5,000 മഞ്ചേരി കുള്ളൻ വാഴക്കന്നുകൾ കൃഷി ചെയ്ത് തഴച്ചു വളർന്നിരിക്കുന്നത്. ക്ഷേത്രപാലക ക്ഷേത്രത്തിന് സമീപത്തും ചക്രപാണി ക്ഷേത്രത്തിന് ചുറ്റും നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനെ പരിപാലിക്കാൻ 5 ഉപക്ഷേത്രങ്ങളിലെയും കമ്മിറ്റി ഭാരവാഹികളും മഹിളകളും മറ്റ് ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നത് അഭിനന്ദനാർഹമാണ്. വാഴകൃഷിക്ക് പുറമെ ചേന, വെണ്ട തുടങ്ങി വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജൈവകൃഷി കമ്മിറ്റിയിലെ പ്രവർത്തകരെന്ന് ജൈവകൃഷി കമ്മിറ്റി കൺവീനർ PV സുരേന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രപാലക ക്ഷേത്ര തൊട്ടടുത്തും അതേപോലെ തന്നെ ചക്രപാണി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ നേന്ത്രവാഴ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നേന്ത്രവാഴ നമുക്ക് ചെയ്തെടുക്കാം. ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ആ ജൈവ കൃഷിയുടെ ഭാഗമായിട്ട് വാഴക്കൃഷിയും അതേപോലെ തന്നെ ചേനയും നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ ചേനയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പച്ചക്കറികളാണ്. അതായത് ഭക്ഷണശാലയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി അളവെടുത്ത് ഓരോ കീഴ്ഘടകങ്ങളിലും, ഇപ്പോൾ വെള്ളരിയാണെങ്കിലും മത്തനാണെങ്കിലും കുമ്പളാണെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്ത് അവിടത്തേക്ക് കലവറ നിറക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് ഒരു ഒക്ടോബർ മാസത്തോട് കൂടിയിട്ട് അതിൻ്റെ കൃഷി പരിപാടികൾ നമ്മൾ ആരംഭിക്കും. അതിലെല്ലാം അതായത് ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റിൽ വരുന്ന വിഷം തളിച്ചിട്ടുള്ള പല ഇനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് പച്ചമുളകൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. 2025 മാർച്ച് 5 മുതൽ 12 വരെ തീയതികളിലാണ് തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുക. 100ഓളം തെയ്യങ്ങൾ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടും. പെരുങ്കളിയാട്ടത്തിന് ശേഷവും ജൈവകൃഷി വിപുലമായ തോതിൽ നടത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതിയൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജൈവകൃഷി കമ്മിറ്റി ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വയനാടിനായി നാട് കൈകോർക്കുന്നു. 26ാമത് സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിലൂടെ ലഭിച്ച ക്യാഷ് പ്രൈസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കാസർഗോഡ് ജില്ലയിലെ കായിക പ്രതിഭ മാളവിക ബംഗളം. പത്തനംതിട്ടയിൽ നടന്ന 26ാമത് സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ടീമാണ് ജേതാക്കളായത്. ചാമ്പ്യൻഷിപ്പിലെ മികച്ച പ്രകടനത്തിലൂടെ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് മിഡ്ഫീൽഡർ, ടോപ്പ് സ്കോററായി മാളവിക ബംഗളത്തെ തെരഞ്ഞെടുത്തു. അംഗീകാരമായി ലഭിച്ച ക്യാഷ് പ്രൈസും ഇതിനു മുൻപ് നടന്ന മത്സരങ്ങളിലൂടെ ലഭിച്ച ക്യാഷ് പ്രൈസും ചേർത്താണ് മാളവിക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറിയത്. ഒപ്പം ബംഗളം വുമൻസ് ഫുട്ബോൾ ക്ലിനിക്കിലെ കായിക പ്രതിഭകൾ ചേർന്ന് സ്വരൂപിച്ച തുകയും കഞ്ഞങ്ങാട് സബ് കളക്ടർ സുഫിയാൻ അഹമ്മദിന് കൈമാറി. ചടങ്ങിൽ കോച്ച് നിതീഷ് ബംഗളം, കായിക അധ്യാപിക പ്രീതി മോൾ, മാളവിക, അഞ്ജിത, രേഷ്മ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ സമാപിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കരുവാക്കാൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തി കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കാൻ തയ്യാറാവണമെന്ന് കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് AKG ഭവനിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കരുവാക്കൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV സുരേന്ദ്രൻ, തങ്കമണി, വില്ലാരംപതി എന്നിവർ സംസാരിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി K രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മടിയൻ മാരാർ സമാജം ഫണ്ട് കൈമാറി. ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ഇതിനകം തന്നെ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ വിവിധ കഴകങ്ങളും വ്യക്തികളും കൂട്ടായ്മകളും മുന്നോട്ട് വന്നു കഴിഞ്ഞു.
മടിയന്മാരാർ സമാജം കാളരാത്രിയമ്മയുടെ ശ്രീകോവിലിന്റെ കട്ടിളവാതിൽ സോപാനം എന്നിവ പൂർണ്ണമായും പിത്തള പണിയുന്ന പണിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് കൈമാറൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. മാരാർ സമാജത്തിലെ മുരളീധര മാരാർ പടിഞ്ഞാറേ വീട് ആദ്യ തുക നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാരെ ഏൽപ്പിച്ചു. പിന്നീട് ശില്പി വി രാധാകൃഷ്ണൻ കുഞ്ഞിമംഗലത്തിന് വേണുഗോപാലൻ നമ്പ്യാർ തുക കൈമാറി. മടിയൻകുലം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ജയദേവൻ അധ്യക്ഷത വഹിച്ചു. മടിയൻ മാരാർ സമാജം അംഗങ്ങളായ പി ഗോവിന്ദ മാരാർ, പി നളിനാക്ഷ മാരാർ, കെ രഞ്ജു മാരാർ മടിയൻ, പി രാജേന്ദ്ര മാരാർ, ഗോപകുമാർ മാരാർ പടിഞ്ഞാറേ വീട്, കെ നികേഷ് മാരാർ, ചന്ദ്ര മാരാർ ലാലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ NV ബേബിരാജ്, കെ അശോകൻ, നാരായണൻ, നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ ഗോപാലൻ തോക്കാനം, A ദാമോദരൻ, ബാബു മയൂരി, TV തമ്പാൻ എന്നിവർ സംസാരിച്ചു. പി നാരായണ മാരാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാങ്കോൽ പപ്പാരട്ടയിൽ നിന്നും പിഞ്ചുകുഞ്ഞിനെ ബലമായി തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുവന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സ്വദേശി കറുപ്പസ്വാമിയാണ് പിടിയിലായത്. ദേശീയപാത വികസനം. കാസർഗോഡ് വിദ്യാനഗറിൽ കാൽനട ആകാശപാതയുടെ നിർമ്മാണം തുടങ്ങി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് 10ാം വാർഷിക സമ്മേളനം തിങ്കളാഴ്ച നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് A അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിന് കറിയൊരുക്കാൻ ജൈവ വാഴ കൃഷിയുമായി തൃക്കരിപ്പൂർ ശ്രീരാമ വില്യം കഴകം. 5 കീഴ്ഘടക ക്ഷേത്ര കമ്മിറ്റികളാണ് കൃഷി ഇറക്കിയത്. വയനാടിനായി കൈകോർത്ത് കായിക പ്രതിഭ മാളവിക ബംഗളം. സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്നും ലഭിച്ച ക്യാഷ് പ്രൈസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.